ഹലോ. നമ്മുടെ നാട്ടിൽ ആരോഗ്യ വിഷയങ്ങളെപ്പറ്റി ബ്രോഡായി സംസാരിക്കുമ്പോൾ നമ്മൾ അപര്യാപ്തത രോഗങ്ങൾ, അതായത് വൈറ്റമിൻ ഡെഫിഷ്യൻസി, മിനറൽ ഡെഫിഷ്യൻസി, അല്ലെങ്കിൽ കലോറി ഡെഫിഷ്യൻസി, അല്ലെങ്കിൽ ഹോർമോൺ ഡെഫിഷ്യൻസി ഇത്യാദി ഡെഫിഷ്യൻസി ഡിസീസ്, അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ. അതിനൊപ്പം തന്നെ നമുക്കെല്ലാം അറിയുള്ള അണു അധിഷ്ഠിതമായ രോഗങ്ങൾ, കാലാകാലം വരുന്ന സീസണലായിട്ടുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസ്, പകർച്ചവ്യാധി സ്വഭാവമുള്ള രോഗങ്ങൾ, ഇവയൊക്കെ തന്നെ അണുവിൻ്റെ സാന്നിധ്യം മൂലം നമ്മൾ തിരിച്ചറിയുകയും ചികിത്സിക്കുകയും ഒക്കെ ചെയ്യുന്ന രോഗങ്ങളാണ്. ഇതിനൊപ്പം ചേർത്ത് വയ്ക്കാവുന്ന പുതിയൊരു നവാഗതൻ കൂടി നമുക്കിടയിലേക്ക് കടന്നു വരികയാണ്. ഇതാണ് ഹാർഡ്വെയർ ഡിസീസ്. ഹാർഡ്വെയർ ഡിസീസ് മൃഗങ്ങളിലും മനുഷ്യരിലും സാർവത്രികമാണ്. നമ്മൾ ഫുഡ് പാഴ്സലുകൾ വാങ്ങിയതിന് ശേഷം അവ കഴിച്ചിട്ട് ബാക്കി വരുന്ന കറിയും ഭക്ഷണ അവശിഷ്ടവും എല്ലാം കൂടി അതേ കവറിൽ തന്നെ കിഴിക്കെട്ടി വലിച്ചെറിയുന്ന ഒരു ശീലം പരക്കെയുണ്ട്. ഇത് ആർത്തിയോടെ അകത്താക്കുന്ന പാവം മൃഗങ്ങൾ ഈ പ്ലാസ്റ്റിക് മാലിന്യം അപ്പാടെ വിഴുങ്ങുന്നു. ഇവ ചുമച്ചും കുരച്ചുമൊക്കെ നമുക്കിടയിൽ വയറ് വീർത്ത് വല്ലാതെ വലിപ്പം വെച്ച് ഒക്കെ നമ്മുടെ ഇടയിൽ ഇങ്ങനെ ഏന്തിയും വലിച്ചും മുടന്തിയും ചുമച്ചും ഒക്കെ നടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ നമുക്ക് അവ ഒരു തിരിച്ചറിവ് ഇന്നുവരെയും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം. ഇത്തരം മൃഗങ്ങളുടെ ആമാശയങ്ങളിൽ ഇത്തരം കുടുങ്ങുന്ന പ്ലാസ്റ്റിക് വേസ്റ്റുകളും ഈ മറ്റ് ഫുഡ് പാക്കറ്റ് അവശിഷ്ടങ്ങളും ഒക്കെ അടിഞ്ഞതിന് ശേഷം ഇവയ്ക്ക് വയറിൽ അർബുദം വരെ ഉണ്ടാകുക പതിവാണ്. ഇത്തരത്തിലുള്ള മൃഗങ്ങളുടെ കാഷ്ടം വഴി ഹാംഫുള്ളായിട്ടുള്ള ഒട്ടനവധി മൈക്രോബ്സ് നമ്മുടെ പരിസ്ഥിതിയിലേക്ക് വരുന്നുണ്ട്. ഇവ മനുഷ്യരുടെ ഉള്ളിലേക്ക് കടന്നെത്തിയാൽ മനുഷ്യനും ഒട്ടനവധി നവാഗത അസുഖങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഇത് ഏവരും അടിയന്തിരമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്തരം ഹാർഡ്വെയർ രോഗങ്ങൾ മനുഷ്യരിലും ഉണ്ടാകാറുണ്ട്. നമ്മൾ ഈ റംബൂട്ടാൻ്റെ കുരു വിഴുങ്ങുന്നതും ഈത്തപ്പഴത്തിൻ്റെ കുരു ഉള്ളിൽ പോകുന്നതുമായി കുട്ടികൾ കടല കുടുങ്ങി മരിക്കുന്നതും ഒക്കെ സാർവത്രികമായി നമ്മളിന്ന് വാർത്തകളിൽ വായിക്കാറുണ്ട്. ഇതിനൊപ്പം തന്നെയാണ് ഈ അഡിനോയിഡ് വീക്കം, ENT ഇഷ്യൂസ് ഒക്കെ ഉള്ള കുട്ടികൾക്ക് നേസൽ പാസേജിൽ ഇച്ചിങ്ങും ഇറിറ്റേഷനും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇവർ ഈ സീക്കൺ, ബട്ടൺ, കടലാസ് ചുരുളുകൾ, റബ്ബർ പീസുകൾ മുതലായവ മൂക്കിനുള്ളിലേക്ക് തിരികെ വയ്ക്കുന്ന ഒരു ശീലം. മറ്റൊരു കാര്യം, ഈ ചെവിയിൽ ഇച്ചിങ് പോലുള്ള പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, ചെവിയിൽ വേദന ഉണ്ടാകുമ്പോൾ ചെവിക്കുള്ളിൽ തുണിക്കഷണം, പഞ്ഞിയുടെ പീസ്, സേഫ്റ്റി പിൻ ഇത്യാദി കാര്യങ്ങൾ കുത്തിത്തിരുകി ഇവ ചെവിക്കുള്ളിൽ പോകുന്നതും പതിവാണ്. അപ്പോൾ ഇതിനുപരി എല്ലിൻ്റെ പീസ്, മുള്ളിൻ്റെ കഷണങ്ങൾ ഇവയൊക്കെ ഫുഡ് പാർട്ടിക്കിളിനൊപ്പം ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിൽ പതിവായി പോവുകയും ഇവ നമ്മുടെ ആമാശയ വ്യവസ്ഥിതിയിൽ ഒട്ടനവധി ആരോഗ്യ അപക്ഷയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഈ പിക്ക എന്ന് പറയുന്ന ഈ ദഹിക്കാത്ത അന്യപദാർത്ഥങ്ങൾ വാരി വിഴുങ്ങുന്ന ഒരു ശീലം വിളർച്ച രോഗമുള്ള സ്ത്രീകളിലും മുതിർന്നവരിലും കുട്ടികളിലും ഒക്കെ പതിവാണ്. ഇത്തരത്തിൽ ഇവർ ഈ കരിക്കട്ട, കല്ല്, അരി മുതലായ സാധനങ്ങൾ വാരി വിഴുങ്ങാറുണ്ട്. ഇത്തരം സാധനങ്ങൾ ആമാശയത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം കൂടി നമുക്ക് ഹാർഡ്വെയർ ഡിസീസ് എന്നുള്ളൊരു തലക്കെട്ടിൽ ഒതുക്കാവുന്നതാണ്. പക്ഷേ ഇവയ്ക്ക് അടിസ്ഥാനപരമായ കാരണങ്ങൾ പലതാണ്. ഇവയ്ക്ക് കരുതലുണ്ടാകണം എന്നുള്ളത് ഒരു കാര്യം. ഇതിലേക്ക് നയിക്കുന്ന മറ്റ് രൂഢമൂലമായ ആരോഗ്യ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്ത് ചികിത്സ അത്യാവശ്യമുള്ളതാണെന്ന് മറ്റൊരു കാര്യം. ഏവരും അടിയന്തിരമായി ശ്രദ്ധിക്കേണ്ട ഒരു നവാഗത ആരോഗ്യ പ്രശ്നമാണ് നമുക്കിടയിലെ ഹാർഡ്വെയർ ഡിസീസ്.